ബുധനാഴ്ച നടക്കുന്ന പൊതുപണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമെന്ന് BMS. ആശാപ്രവർത്തകർക്ക് ചില്ലിക്കാശ് കൂട്ടിത്തരില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് പണിമുടക്കുന്നത്. ഇത് ജനം തള്ളിക്കളയണം. ലേബർ കോഡുകൾ ഉപേക്ഷിക്കണമെന്ന ആവശ്യം അസംബന്ധമാണെന്നും BMS വിമർശിച്ചു. സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും ഒരുപോലെ മിനിമം വേതനം നിശ്ചയിക്കുന്ന രാജ്യത്ത് ആദ്യമാണെന്നും BMS നേതാക്കൾ വ്യക്തമാക്കി. 9-ാം തീയതി കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു ഭാരതീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പണിമുടക്ക് അനവസരത്തിലും രാഷ്ട്രീയ പ്രേരിതവുമാണ്. അതുകൊണ്ട് BMS ആ പണിമുടക്കിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഒന്നും കൊടുക്കാത്ത ആളുകൾ, ഒന്നും കിട്ടാത്ത ആളുകളെയും കൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യാൻ പോകുന്നു. ഈ വിരോധാഭാസമാണ്. കേരളം എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്റെ കുത്തകയാണ്. രാഷ്ട്രീയക്കാരൻ തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, കൂലി തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ജനങ്ങളാണ് മലയാളികൾ എന്ന ഒരു തോന്നൽ അത് തിരുത്തണം. മലയാളി പ്രതികരിക്കണം. ചോദ്യം ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കണം. ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ എവിടെ? വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, മറ്റന്നാളാണ് പൊതുപണിമുടക്ക് നടക്കാൻ പോകുന്നത്. അന്യായമായ സമരം എന്നാണ് BMS ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ? ദേശീയ തലത്തിൽ BMS ഈ പൊതുപണിമുടക്കിനെതിരെ വലിയ വിമർശനാത്മകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒന്ന്, ഈ രാഷ്ട്രീയ പ്രേരിതമായ ഒരു പണിമുടക്കാണ് ഈ നടക്കുന്നത്. ഇതിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ അസംബന്ധമാണ് എന്നുള്ളതാണ് BMS ഉയർത്തുന്നതിന്. അതുകൊണ്ട് തന്നെ ജൂലൈ 9 നടക്കുന്ന ഈ പണിമുടക്ക് തൊഴിലാളി സമൂഹം തള്ളിക്കളയണം എന്നുള്ളതാണ് BMS ആവശ്യപ്പെടുന്നത്. ഈ പണിമുടക്കിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിട്ടുള്ള ഈ ലേബർ കോഡ് പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം അത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് BMSന്റെ പ്രധാന നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. കാരണം രാജ്യത്തെ ചരിത്രപരമായ തീരുമാനങ്ങളിൽ ഒന്നാണ് ഈ ലേബർ കോഡ് എന്ന് പറയുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി കോഡും വ്യവസായ ബന്ധ കോഡ്, ഓപ്പറേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കോഡ്, ഇവയിൽ ഒക്കെ ചരിത്രപരമായി മാറുന്ന ഈ വേജ് കോഡും സാമൂഹ്യ സുരക്ഷാ കോഡും ഒക്കെ അത് പൊതുജനങ്ങൾക്കും തൊഴിലാളികൾക്കും ഒക്കെ ആവശ്യപരമായിട്ടുള്ള ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട സംവിധാനമാണ് എന്നുള്ളതാണ് BMS നിലപാട് സ്വീകരിക്കുന്നത്. സാധാരണ തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുന്ന വേജ് കോഡ് തള്ളിക്കളയണമെന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല. ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളി സമൂഹത്തെ ആകെ കേന്ദ്ര സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി കോഡിലൂടെ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഒരേ സമയം സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും ജനങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന, തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്ന ഈ നിയമങ്ങൾക്കെതിരെയൊക്കെ സമരം ചെയ്യുന്നത് ആവശ്യമില്ലാത്തതാണെന്നും അനവസരമായതിനാൽ തന്നെ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ഈ പണിമുടക്ക് തള്ളിക്കളയണം എന്നുള്ളതാണ് BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി JK അജിത് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത്.